നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇപ്പൊ ദുര്യോധനൻ ആരുടെ വാക്കുകളും അനുസരിക്കാൻ തയ്യാറാകുന്നില്ല. ശ്രീകൃഷ്ണൻ ദൂതനായി വന്നു. ശ്രീകൃഷ്ണൻ വളരെ സമാധാനമായിട്ടും നല്ല രീതിയിലും സംസാരിച്ചു നോക്കി. എന്നിട്ടൊന്നും അതിനെ ഒന്നും പരിഗണിക്കുന്ന ഒരു വികാരം ദുര്യോധനന്റെ മുഖത്തുണ്ടായില്ല. അവസാന ശ്രമം എന്നുള്ള നിലയ്ക്ക് ഗാന്ധാരി സഭയിൽ വന്ന് ദുര്യോധനെ ഉപദേശിക്കുന്നു. മകനെ, നീ ദുർബുദ്ധികളുടെ വാക്ക് കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കരുത്. നീ നിന്നെയും നിന്റെ കുടുംബത്തെയും കുലത്തെയും നശിപ്പിക്കുന്ന പ്രവൃത്തികളാണ് ചെയ്യുന്നത്. അതിന് പാടില്ല. അവരുമായി സന്ധി ചെയ്യുക, പാണ്ഡവർക്ക് പകുതി രാജ്യം കൊടുക്കുക എന്നൊക്കെ ഗാന്ധാരിയും പറഞ്ഞു നോക്കി. അതെല്ലാം നിഷ്ഫലമായി. എന്നിട്ട് ശകുനിയും ദുര്യോധനും ദുശാസനനും കൂടി ശ്രീകൃഷ്ണനെ എങ്ങനെയെങ്കിലും പിടിച്ചു കെട്ടണം എന്നുള്ള അഭിപ്രായത്തോടു കൂടി സഭയുടെ വെളിയിൽ ഇറങ്ങി നിന്ന് അവർ കൂടിയാലോചനകൾ തുടങ്ങി. കൃഷ്ണനെ ബന്ധിച്ചാൽ പാണ്ഡവർ ഭയപ്പെടുമെന്നും അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറുമെന്നും ദുശാസനനും ശകുനിയും ദുര്യോധനും വിചാരിക്കുന്നു. അപ്പൊ ആദ്യം നമ്മളെ പിടിച്ചു കെട്ടിയാലോ, എന്നാൽ അതിനു മുമ്പേ ശ്രീകൃഷ്ണനെ പിടിച്ച് ബന്ധനത്തിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ ആലോചിച്ചുകൊണ്ടിരുന്നു. ഈ വിവരം സാത്യകി തുടങ്ങിയ പ്രമാണിമാർ മണത്തറിഞ്ഞു. അവർ ചെന്ന് ധൃതരാഷ്ട്രരോടും ഭീഷ്മരോടും ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സത്യത്തിൽ ധൃതരാഷ്ട്രർക്കും ഭീഷ്മർക്കും ഒക്കെ ദുര്യോധനാദികളോട് വളരെ വലിയ വെറുപ്പാണ് ഉണ്ടായത്. ഒറ്റയ്ക്ക് വന്ന പരമാരാധ്യനായ ഭഗവാൻ കൃഷ്ണനെ ഏതെങ്കിലും തരത്തിൽ അപകടപ്പെടുത്താൻ ദുര്യോധനൻ ശ്രമിക്കുമോ എന്ന് അവർ ഭയപ്പെട്ടു. എന്നാൽ അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞത്, എങ്കിൽ ഈ സഭയിൽ വെച്ച് തന്നെ എനിക്ക് ദുര്യോധനെ വധിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോ പാണ്ഡവരുടെ ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. അപ്പോൾ ധൃതരാഷ്ട്രർക്ക് ഭയങ്കര ഭയവും പരിഭ്രമവും ഒക്കെ ഉണ്ടായി. ഇനിയും ദുര്യോധനനെ ശ്രീകൃഷ്ണൻ വധിക്കുമെന്ന് പറഞ്ഞാൽ വധിക്കും, അത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം എത്രയും പെട്ടെന്ന് ദുര്യോധനെ സഭയിലേക്ക് വിളിച്ചുകൊണ്ട് വരുവാൻ വിതുരരോട് ആവശ്യപ്പെട്ടു. വിതുരർ സഭയുടെ വെളിയിൽ ചെന്നപ്പോൾ അവിടെ കൂടിയാലോചനയോടെ നിൽക്കുന്ന ദുര്യോധനാദികളെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, മഹാരാജാവ് ദുര്യോധനെ വിളിക്കുന്നു, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരൂ, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ദുര്യോധനെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് വിതുരർ വിളിക്കുന്നു. ആ സമയം പെട്ടെന്ന് തന്നെ ദുര്യോധനൻ സഭയിലേക്ക് തിരിച്ചു വരുന്നു. വിതുരരുടെ പുറകെ തന്നെ ദുര്യോധനൻ അവിടെ എത്തി. അപ്പം ധൃതരാഷ്ട്രരോട് വിതുരർ പറഞ്ഞു, ദുര്യോധനൻ അങ്ങയുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു. ഇത് കേട്ട് ധൃതരാഷ്ട്രർ ചീറ്റപ്പുലിയെ പോലെ ചീറി, എടാ മൂഢനായ നീ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നീ വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കുമോ? ഈ ഭൂമിയുടെ തന്നെ ആരാധ്യനായ, ഈ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ ശ്രീകൃഷ്ണ ഭഗവാനിലാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തെ പിടിച്ചു കെട്ടണമെന്നുള്ളത് നിന്റെ മൂഢത്വമല്ലേ? അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി നീ ആലോചിക്കാതെ മര്യാദയ്ക്ക് സമാധാനത്തോടെ പാണ്ഡവർക്ക് പകുതി രാജ്യം കൊടുക്കാൻ നീ സമ്മതിക്കൂ എന്ന് പറയുന്നു. അപ്പോ ദുര്യോധനൻ അനങ്ങുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. ദുര്യോധനൻ അതിന് താല്പര്യമില്ലെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ദുര്യോധന, ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നതെന്ന് നീ വിചാരിക്കുന്നുണ്ടാവും, എന്നാൽ നീ ഇത് കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വിശ്വരൂപം അദ്ദേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് ഭഗവാൻ ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആ പൊട്ടിച്ചിരി തന്നെ ദിഗന്ധങ്ങൾ മുഴുവൻ കേൾക്കുന്ന ഉച്ചത്തിലായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു പ്രഭാവലയം അവിടേക്ക് വന്നു കഴിഞ്ഞു. ആ പ്രഭാവലയത്തിൽ ഭഗവാൻ തന്റെ വിശ്വരൂപം കാണിക്കാൻ തുടങ്ങി. പ്രഭാവലയത്തിൽ നിറഞ്ഞു നിന്ന ഭഗവാന്റെ രൂപത്തിൽ ബ്രഹ്മാണ്ടം മുഴുവൻ കാണാൻ കഴിഞ്ഞു. ബ്രഹ്മാവ്, ശിവൻ, ലോകപാലകന്മാരായ ദേവന്മാർ, യക്ഷ, കിന്നര, ഗന്ധർവന്മാർ, പാണ്ഡവന്മാർ, വൃഷ്ണികൾ എന്നു വേണ്ട സകല ചരാചരങ്ങളെയും ഗോചരീഭവിച്ചു. എല്ലാവരും തിളങ്ങുന്ന ആയുധങ്ങൾ ധരിച്ചിരിക്കുന്നു. എല്ലാത്തിനും മീതെ ഭഗവാന്റെ ശംഖും ചക്രവും ഗദയും പങ്കജവും തിളങ്ങി വിളങ്ങി. വിഷ്ണുവിന്റെ വിശ്വരൂപം കണ്ട് സഭാവാസികൾ ഭയന്നു വിറച്ചു. സർവ്വജനങ്ങളുടെയും കണ്ണടഞ്ഞു. ആർക്കും കണ്ണു തുറക്കാനോ ഭഗവത് വിഗ്രഹത്തെ നോക്കാനോ കഴിഞ്ഞില്ല. പലരും ഭീതി കൊണ്ട്
വാവിട്ടു നിലവിളിച്ചു. ചിലരൊക്കെ മോഹാലസ്യപ്പെട്ടു വീണു. ചിലർ മുഴുവൻ ശക്തി സംഭരിച്ച് ഒരു കണക്കിന് അവിടെ നിന്ന് ഓടിമറിഞ്ഞു. എന്നാൽ ഭഗവാന്റെ ഈ വിശ്വരൂപം കാണുന്നതിന് വേണ്ടി തൻ്റെ കണ്ണുകൾക്ക് കാഴ്ച തരണേ എന്ന് നേരത്തെ തന്നെ ധൃതരാഷ്ട്രർ പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഭഗവാൻ പെട്ടെന്ന് തന്നെ ധൃതരാഷ്ട്രരുടെ കണ്ണുകൾക്ക് കാഴ്ചശക്തി കൊടുത്തു. ആ കണ്ണുകൾ കൊണ്ട് നിറഞ്ഞ ബ്രഹ്മാണ്ടം മുഴുവൻ നിൽക്കുന്ന ഭഗവാനെ ധൃതരാഷ്ട്രർ കണ്ടു. അതിൽ പരം ഇനി മറ്റൊരു കാഴ്ചയില്ല. അതുപോലെയാണ് അദ്ദേഹം ആ കാഴ്ചകൾ കണ്ട്. ആ സമയം ഗാന്ധാരിയും തൻ്റെ കണ്ണിലെ കെട്ടഴിച്ച് ഭഗവാന്റെ സ്വരൂപത്തെ മുഴുവനായി കണ്ടു. എന്നിട്ട് ഭക്തജനങ്ങൾ ആനന്ദാമൃതം കൊണ്ട് ഭക്തി വിവശരായി ഭഗവാനെ സ്തുതിച്ചു. അവർ എല്ലാം മറന്ന് ഏകകണ്ഠമായി പാടി: വിശ്വമായതും നീയെ, വിശ്വകാരണം നീയെ, വിശ്വകാര്യവും നീയെ, വിശ്വപാലനം നീയെ, വിശ്വതാതനം നീയെ, വിശ്വമാതാവും നീയെ, വിശ്വരൂപനും നീയെ, വിശ്വപാലക പോറ്റി. പുരുഷനാകുന്നതും പ്രകൃതിയാകുന്നതും പുരുഷോത്തമ പോറ്റി നിന്തിരുവടിയല്ലോ. ശിവനായിടുന്നതും ശക്തിയായിടുന്നതും ഭുവനേശ്വര പോറ്റി പോറ്റി നിന്തിരുവടിയല്ലോ. പലായ കൃപാലയ ശരണം നാരായണ, പാലായ വിഷ്ണു രാമകൃഷ്ണ ഗോവിന്ദ ഹരേ. അപ്പോ ആ വിശ്വദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു: ഭഗവാനെ, പുണ്ടരീകാക്ഷ, നിന്റെ വിശ്വരൂപം കണ്ട് കൺകുളിർത്ത എന്റെ കണ്ണുകൾ ഇനി മറ്റൊന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ പഴയതുപോലെ അന്ധനാക്കിയാലും. ധൃതരാഷ്ട്രർ വീണ്ടും അന്ധനായി. ഗാന്ധാരി തന്റെ കണ്ണുകൾ വീണ്ടും മൂടിക്കെട്ടി. ഭഗവാൻ തന്റെ ബൃഹത്തായ ശരീരത്തെ ചുരുക്കി. ഭഗവത് ശരീരം പഴയതുപോലെ. എല്ലാവരും ആശ്വസിച്ചു. കൃഷ്ണൻ സാത്വികയെയും കൃതവർമാവിന്റെ അകമ്പടിയോടുകൂടി സഭയ്ക്ക് പുറത്തേക്ക് കടന്നു. അവിടെ തയ്യാറാക്കി നിർന്ന രഥത്തിലേക്ക് കയറി കുന്തിദേവിയെ കാണുന്നതിനായി വിതുരഗ്രഹത്തിലേക്ക് പോയി. കൗരവ പ്രമാണികൾ അദ്ദേഹത്തെ അനുധാവനം ചെയ്തു. അദ്ദേഹത്തിന്റെ പുറകെ ഇങ്ങനെ പോയി അനുധാവനം ചെയ്തു. ഒരു വ്യക്തി, ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവര് തിരിച്ചിറങ്ങി പോകുമ്പോൾ കുറച്ചു ദൂരം അവരുടെ പുറകെ നമ്മളും പോവുക എന്ന് പറയുന്നതാണ് അനുധാവനം ചെയ്യുക എന്ന് പറയുന്നത്. കൃഷ്ണൻ തന്നെ കാണാതെ തിരിച്ചു മടങ്ങി പോവില്ലെന്ന് കുന്തിദേവിക്ക് ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചതും. ശ്രീകൃഷ്ണൻ വിതുരഗ്രഹത്തിൽ ചെന്ന് കുന്തിദേവിയെ കണ്ടിട്ട് പറഞ്ഞു: അല്ലയോ അപ്പച്ചിയാണ് അച്ഛന്റെ സഹോദരി, ഞാൻ പാർത്ഥന്മാരുടെ അടുത്തേക്ക് പോകുന്നു. എന്താണ് ഞാൻ അവിടുത്തെ സന്ദേശമായി, കൽപ്പനയായി പറയേണ്ടത്? അത് പറഞ്ഞാലും. അപ്പൊ കുന്തിദേവി പറഞ്ഞു: എന്റെ മക്കളോട് പറയൂ, പ്രജാപാലനമാണ് ക്ഷത്രിയന്റെ ധർമ്മമെന്ന്. പ്രജകളെ രക്ഷിക്കുവാൻ ക്രൂരകർമ്മം ചെയ്യേണ്ടി വരുന്നതും ക്ഷത്രിയന് വിധിച്ചിട്ടുള്ള ധർമ്മമാണ്. പൗരുഷവും കയ്യൂക്കുമാണ് ക്ഷത്രിയന്റെ സമ്പത്ത്. അതില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ദാനം വാങ്ങിയിട്ടല്ല, പ്രത്യുത കയ്യൂക്ക് കൊണ്ട് വെട്ടിപ്പിടിച്ചാണ് ക്ഷത്രിയൻ നേടേണ്ടത്. അവർ ബാഹുവീര്യം കൊണ്ട് ഉപജീവിക്കണമെന്നാണ് വിധി കൽപ്പിച്ചിട്ടുള്ളത്. മുചുകന്ദന്റെ കഥ അതിന് ഉദാഹരണമാണ്. എന്നിട്ട് ഒരു മുചുകുന്ദൻ എന്ന് പറയുന്ന ആളിന്റെ കഥയെപ്പറ്റി ദേവി ശ്രീകൃഷ്ണനോട് പറഞ്ഞു വിടുന്നു. മുചുകുന്ദൻ തന്റെ കയ്യൂക്ക് കൊണ്ട് രാജ്യം മുഴുവൻ, ഭൂമിയെല്ലാം നേടി ക്ഷത്രിയ ധർമ്മം തെറ്റാതെ രാജ്യം ഭരിച്ചു. അതുകൊണ്ട് പിതൃപിതാമഹന്മാർ അനുഷ്ഠിച്ചു വന്ന രാജധർമ്മങ്ങൾ അവർ കാത്തു സൂക്ഷിക്കാൻ പറയണം. ഭിക്ഷാടനം ക്ഷത്രിയന് നിഷിദ്ധമാണ്. കൃഷിയും ശുശ്രൂഷയും പറ്റിയതല്ല. ക്ഷത്രിയൻ ഭൂമി ഭരിക്കണം. പറയുന്നതൊക്കെ തെറ്റോ ശരിയോ എന്ന് എൻ്റെ മക്കൾ ആലോചിച്ച് നോക്കട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം പാഞ്ചാലിയുടെ കാര്യം ഓർത്തിട്ടാണ്. സനാഥയായ അവൾ അനാഥയായ മട്ടിലല്ലേ കൗരവ സഭയിൽ നിന്ന് വിലപിച്ചത്. അതൊക്കെ എൻ്റെ മക്കൾക്ക് ഓർമ്മയില്ലാതെ വരുമോ? കൃഷ്ണ, ഭഗവാൻ പാഞ്ചാലിയോടും പാർത്ഥന്മാരോടും എൻ്റെ കുശലം പറയുക. നീ എൻ്റെ മക്കളെ വേണ്ട വിധം കാത്തുകൊണ്ടാലും. ഇത്രയും പറഞ്ഞ് ശ്രീകൃഷ്ണനെ യാത്രയാക്കുന്നു. എന്നാൽ ശ്രീകൃഷ്ണൻ കർണനെ തൻ്റെ വശത്തേക്കാക്കാൻ, അല്ലെങ്കിൽ പാണ്ഡവരുടെ വശത്തേക്കാക്കാൻ ഒരു ശ്രമം നടത്തുന്നു. അദ്ദേഹം കുരുമുഖ്യന്മാരെ എല്ലാം പറഞ്ഞ് തിരിച്ചുവിട്ടിട്ട് കർണനെ പ്രത്യേകമായി വിളിച്ച് തന്റെ രഥത്തിൽ കയറ്റി. ഹസ്തിനപുരിയിൽ നിന്ന് കുറച്ചു ദൂരം ചെന്നപ്പോൾ കൃഷ്ണൻ കർണനോട് പറഞ്ഞു: എടോ രാധേയ, യഥാർത്ഥത്തിൽ നീ കൗന്ദേയനാണ്, രാധേയനല്ല.
കുന്തിയാണ് നിന്റെ മാതാവ്. നീ പാണ്ഡവരുടെ ജ്യേഷ്ഠ ഭ്രാതാവാണ്. നീ എന്നോടുകൂടി പാണ്ഡവരുടെ അടുത്തേക്ക് വരിക. കൗന്ദേയനാണെന്ന് അറിയുമ്പോൾ അവരെല്ലാം നിന്റെ പാദത്തിൽ കുമ്പിടും. നിന്നെ രാജാവായി അഭിഷേകം ചെയ്യും. ധർമ്മപുത്രൻ നിനക്ക് വെൺചാമരം വീഴ്ചും. ഭീമസേനൻ നിനക്ക് വെൺകൊറ്റക്കുട പിടിക്കും. അർജുനൻ നിന്റെ തേര് തെളിക്കും. നകുല സഹദേവന്മാരും അഭിമന്യുവും പാഞ്ചാലി പുത്രന്മാരും നിനക്ക് അകമ്പടി സേവിക്കും. പാണ്ഡവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ എല്ലാ രാജാക്കന്മാരും നിന്നെ പിന്തുടരും. നിന്നെ പ്രസവിച്ച നിന്റെ മാതാവ് ഇതെല്ലാം കണ്ട് ആനന്ദ ബാഷ്പം തൂകും. ഭ്രാതാക്കളായ പാണ്ഡവരോട് കൂടിച്ചേർന്ന് നിന്റെ സൗഭാദ്രം വിജയിക്കട്ടെ. കർണൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് അവനെ മനസ്സിലാക്കി ദുര്യോധനാദികളിൽ നിന്ന് അവനെ അകറ്റിക്കൊണ്ട് പാണ്ഡവപക്ഷത്ത് ചേർക്കണമെന്നായിരുന്നു കൃഷ്ണന്റെ ഉദ്ദേശ്യം. എന്നാൽ അത് ഫലിച്ചില്ല. കർണൻ പറഞ്ഞു, ഹേ വാർഷ്ണേയ, ഭവാൻ പറഞ്ഞതൊക്കെ ശരിയാണ്. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞതെന്നും ഞാൻ വിശ്വസിക്കുന്നു. കുന്തിയാണ് മാതാവെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കുന്തി എന്നെ കൈവെടിയുകയാണല്ലോ ചെയ്തത്. രാധയാണ് എന്നെ വളർത്തിയത്. എന്നോടുള്ള സ്നേഹം കൊണ്ട് അവരുടെ മുല ചുരന്നു. ആ മുലപ്പാല് കുടിച്ചാണ് ഞാൻ വളർന്നത്. സൂതനായ അതിരഥൻ എന്നെ പുത്രനായി കാണുന്നു. എന്റെ ജാതകർമാദികളൊക്കെ പുത്രപ്രീതിയോടുകൂടെ ശാസ്ത്രവിധി അനുസരിച്ച് ചെയ്തത് അദ്ദേഹമാണ്. അതിരഥനെ ഞാൻ എൻ്റെ അച്ഛനായിട്ടാണ് കരുതുന്നത്. അദ്ദേഹത്തിന്റെ കുലത്തിൽ നിന്ന് എന്നെ വിവാഹം കഴിച്ച് എനിക്ക് പുത്രപൗത്രന്മാരും ഉണ്ടായി. ഇപ്പോൾ അവരെയെല്ലാം ഉപേക്ഷിച്ച് ഞാൻ ക്ഷത്രിയനാണെന്നും കുന്തിപുത്രനാണെന്നും മറ്റും പറഞ്ഞ് പാണ്ഡവ പക്ഷത്തേക്ക് പോകുന്നത് ധർമ്മമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദുര്യോധനന്റെ കാര്യത്തിലാണെങ്കിൽ കഴിഞ്ഞ 30 വർഷമായി ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളാണ്. ഓരോ നാൾ കഴിയും തോറും ഞങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിന്റെ കണ്ണികൾ മുറുകി വരികയാണ് ചെയ്യുന്നത്. എന്നെ ഭീമാർജുനന്മാർ സഭയിൽ വെച്ച് പരിഹസിക്കുമ്പോൾ എനിക്ക് അംഗരാജ്യം തന്ന് അഭിഷിക്തനാക്കിയത് ദുര്യോധനാണ്. ആ ദുര്യോധനെ മറന്ന് ഞാൻ എങ്ങോട്ടും വരില്ല. അങ്ങയുടെ ഉപദേശം നിരാകരിക്കേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. കർണനെ പ്രലോഭിപ്പിക്കാമെന്ന ഉദ്ദേശത്തോടുകൂടി ശ്രീകൃഷ്ണൻ ആദ്യം സംസാരിച്ച് അതിനെ ചേർന്ന വിധത്തിൽ സൗമ്യമായ ഉപദേശ രൂപേണയുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ലെന്ന് കൃഷ്ണന് ബോധ്യമായി. അദ്ദേഹം അടവൊന്നു മാറ്റി. യുദ്ധത്തിന്റെ ഭീകരതയും അത് വരുത്തുന്ന നാശനഷ്ടങ്ങളും അജയ്യരായ പാണ്ഡവന്മാരോട് ഏറ്റുമുട്ടുമ്പോൾ കൗരവർക്കുണ്ടാകുന്ന പരാജയവും അദ്ദേഹം വിവരിച്ചു. എന്തിനാണ് കർണനോടും അദ്ദേഹം ഇതെല്ലാം വിവരിച്ചത്? ഇതെല്ലാം ദുര്യോധനാദികളെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് നിങ്ങളും ദുര്യോധനാദികളും യുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്നിട്ട് അവസാനമായിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഹേ കർണ, എന്റെ വാക്കുകൾ നിന്റെ ഉള്ളിൽ കടക്കാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. എല്ലാ ജീവികൾക്കും നാശത്തിനുള്ള കാലം സമാഗതമാകുമ്പോൾ നീതികേട് നീതിയായി തോന്നുകയും വിവേകം മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യും. അത് അദ്ദേഹം പറഞ്ഞ ഒരു തത്വമാണ്. അതായത് നാശകാലം അടുക്കുമ്പോൾ ആരെന്ത് പറഞ്ഞാലും കേൾക്കില്ല. അപ്പോ നമുക്ക് തോന്നുന്ന വഴിയെ തന്നെ പോകും. അത് നാശത്തിലേക്കുള്ള വഴിയായിരിക്കാം. എന്നാൽ പോലും ആരുടെ ഉപദേശവും ആ സമയം കേൾക്കത്തില്ല. ഈ എപ്പിസോഡ് ഇവിടെ കൊണ്ട് നിർത്തുന്നു. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം. എല്ലാവർക്കും നമസ്കാരം.